എല്ലാവർക്കും ലീഫിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വർക്ക് നടക്കുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ. ഹൈവേയുടെ നേരെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നല്ല നോയ്സ് ഉണ്ടാവും, വണ്ടിയുടെയൊക്കെ ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ഏരിയയിലേക്കാണ് നമ്മൾ ഗാർഡൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പേൾ ഗ്രാസ് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. അതുകൂടാതെ ഒരു പേയ്മെൻറ്റ് വേ പോലെ, ഒരു പാത്ത് വേ പോലെ കുറച്ച് സ്റ്റോൺ ഇടാനുണ്ട്, കുറച്ച് ബാമ്പ് വെക്കണം, 1-2 പ്ലാന്റ്സ് വെക്കണം. അതുപോലെ ആ വീടിൻ്റെ 2 സൈഡിലായിട്ട് കുറച്ച് പ്ലാന്റ്സ് വെക്കണം, കുറച്ച് പെബിൾസ് ഇടണം. ഇത്രയാണ് നമ്മുടെ വർക്ക് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഗ്രാവൽ വന്നിട്ടുണ്ട്. ഗ്രാവൽ അടിക്കാൻ വേണ്ടി തുടങ്ങാം. നമ്മൾ വന്ന് വർക്ക് തുടങ്ങുന്നേ ഉള്ളൂ. സമയം 3 മണി കഴിഞ്ഞേ ഉള്ളൂ. നല്ല രീതിയിൽ മഴക്കാറൊക്കെ വെച്ച് കയറുന്നുണ്ട് കേട്ടോ. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. പെട്ടെന്ന് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ സമയം കളയാനില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഗ്രാവൽ നിന്നെടുത്ത് അടിച്ചേക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ സാധനങ്ങളൊക്കെ, ഇത് തഴുതാമയാണ് കേട്ടോ. ഇതൊക്കെ ഈ പച്ചമരുന്നിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടുള്ള സാധനങ്ങളാണ്. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി തപ്പടക്കുകയാണെങ്കിൽ ഇതൊന്നും കാണത്തില്ല. ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ബെസ്റ്റ് സാധനമാണ് ഇതൊക്കെ. തഴുതാമ, കല്ലുരുക്കി, ഇങ്ങനെ കുറേ ഐറ്റംസ്. നമ്മളീ പറമ്പൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഈ സാധനമൊക്കെ കാണാറുണ്ട്. പണ്ടത്തെ പോലെ ഒന്നും എങ്ങും ഇല്ല ഇപ്പോൾ. എല്ലായിടത്തും വെട്ടി ക്ലീൻ ആക്കിയതുകൊണ്ടൊക്കെ ആയിരിക്കും. ഞെരിഞ്ഞിലെന്നൊക്കെ പറയുന്ന സാധനമില്ല നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്, അതായത് നമ്മുടെ കാക്കമുള്ള്, അതൊന്നും ഇപ്പോൾ അങ്ങനെ എങ്ങും കാണാനില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഇടക്കുന്ന ഈ പുല്ലൊക്കെ പറിച്ച് കളയണം കേട്ടോ. ഇതിങ്ങനെ ഒരു കയറ്റാണ്, ഇവിടെ കയറ്റാട്ടോ. കയറി ഇങ്ങനെ ഇറങ്ങിയ ഇത് കണ്ടില്ലേ, ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇങ്ങനെ ഒരു ഷേപ്പിൽ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്ലോപ്പ് കയറ്റി നിർത്തണം. അതായത് ഈ കല്ലിൻ്റെ സ്ലോപ്പ് ഒരിക്കുന്ന ഇങ്ങനെ ഇങ്ങോട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്ലോപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടം വരാം കേട്ടോ. പിന്നെ തെങ്ങുണ്ട് 2 അപ്പോൾ ഞാൻ ഇത്രയും ഭാഗത്ത് കാണുന്ന പുല്ലൊന്ന് പറിച്ച് കളയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്ലോപ്പ് എങ്ങനെ വരണം എന്നുള്ളത് ജസ്റ്റ് ഒരു സൈഡിൽ മാത്രം ഇട്ട് നോക്കാനായിട്ട് പറ്റും. ഈ കാണുന്ന അത്ര ഏരിയ നമ്മൾ ഗ്രാവലിട്ട് അത്യാവശ്യം ലെവലൊക്കെ ആക്കി വരുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇനി അത്രയും ഗ്രാവലും കൂടി ഉണ്ട് നമുക്ക്. നമ്മുടെ 2 സ്റ്റാഫ് കൂടി ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യും. അവർ വേറെ സൈറ്റിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജോയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രാവലെടുത്ത് ഇട്ട് തീർക്കാൻ പറ്റും. പക്ഷേ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുക. കണ്ടേ, ഈ സ്റ്റോണിലേക്ക് നോക്കിയാൽ കണ്ട മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നം അവിടുന്ന് ഇങ്ങോട്ട് സ്ലോപ്പാണ്. ആ പൂഴിയെല്ലാം കൂടി ഒലിച്ച് ഇതിൻ്റെ അകത്തേക്ക് വീഴും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര ഏരിയ ആയിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് അത്ര ഏരിയ, ഇങ്ങോട്ട് ഇത്ര ഏരിയ വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അവിടെ നമ്മളിപ്പോൾ തന്നെ ഏകദേശം ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ കൂടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതൊന്ന് സെറ്റാക്കട്ടെ. ഇവിടം വരെയാണ്. ഓക്കെ, ഇന്നലെ നമ്മൾ തീർത്തിട്ട് പോയത് ഇത്രയാണ് കേട്ടോ. നമ്മൾ ഗ്രാവലൊക്കെ അടിച്ച് ലെവൽ ചെയ്തിട്ട് പിന്നെ എക്സ്ട്രാ ഉള്ള ഗ്രാവൽ നമ്മൾ ഇവിടെ വെച്ചു. അപ്പോൾ രാത്രി വെളിച്ചം കുറവായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന ബൾബ് എന്തോ കംപ്ലൈൻറ്റും കൂടി ആയതുകൊണ്ട് ഒട്ടും വെളിച്ചമില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കൂനാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനെ കൂടി നമുക്ക് അങ്ങോട്ട് നിരത്താനുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കുറച്ച് മുളകൾ, ഒരു 6 ബാമ്പ്, ഗോൾഡൻ ബാമ്പാണ്, അത് നടാനുണ്ട്. ആ സൈഡിലായിട്ടൊരു 3 കലാത്തിയലൂട്ടിയ, അവിടെ കുറച്ച് ഷെയ്ഡ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കലാത്തിയലൂട്ടിയ വെക്കാനുണ്ട് കേട്ടോ. മാത്രമല്ല ആ ഒരു സൈഡിലോട്ട് നമ്മൾ ഗ്രാവൽ നിരത്തിയിട്ടുണ്ട്. കുറച്ച് ഗ്രാവൽ മാത്രം കൂട്ടിയും വെച്ചിട്ടുണ്ട്. അത്രയാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്ത് മാറ്റാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് വേസ്റ്റ് മാറ്റിയിട്ട്, ഇതിപ്പോൾ വലിയ വേസ്റ്റുകളാട്ടോ, ഇലയൊന്നും മാറ്റണമെന്നില്ല. ഇതിൻ്റെ ഈ വലിയ വേസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് ഷീറ്റ് ഇട്ടിട്ട് കല്ലിടാൻ വേണ്ടി പോകണം. വലിയ ഗുണമുള്ള തെങ്ങൊന്നും അല്ല കേട്ടോ. തെങ്ങത്ര ഗുണമുള്ള തെങ്ങല്ല, എന്നാലും കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുക. ഇവിടെ കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ എംസാൻഡും ഉണ്ട്.
അതൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങോട്ടിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ തുറക്കുന്ന വേസ്റ്റൊക്കെ മാറ്റണം നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മുല്ലയുണ്ട്, ജാസ്മിൻ. അപ്പോൾ ഇതിന് ഇടയ്ക്കൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ പ്രായമുള്ള സാധനമാണ്, ഇടയ്ക്ക് കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് 1-2 ചെറിയ തൈകൾ പുതിയത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളർന്നു വരാൻ കുറച്ച് സമയം എടുക്കും, എന്നാലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് വെട്ടി നിർത്തണം. പിന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബാക്കി നിരത്താനുള്ള ഈ കാണുന്ന കൂനുകളൊക്കെ നിരത്തി മൊത്തം നമുക്ക് ആ മൂല വരെ എത്തിക്കാനായിട്ടുണ്ട്. അവിടം വരെ എത്തിച്ച് സെറ്റാക്കി നിർത്തിയിട്ട് ചെടികൾ നമ്മുടെ ലോഡിപ്പോൾ വരും കേട്ടോ. എല്ലാം വണ്ടിയെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ വരുന്ന സമയത്തേക്ക് നമുക്ക് നടാനുള്ള സ്ഥലമൊക്കെ കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഇതാ അവിടെ പരിപാടി തുടങ്ങി. ബാക്കി സൈഡിലിട്ടോ മതി. വേണ്ട ഇതിനകത്ത് ചാണകം ഉപയോഗിക്കരുത് കേട്ടോ. ചാണകം ഇട്ടാൽ പണി വാളും. ആദ്യം നടുക്കുപോയി. ഇനി അപ്പുറം ഇപ്പുറം കുറച്ചുകൂടി വീതി കൂട്ടിയാലല്ലേ ഇരിക്കുള്ളൂ രണ്ടെണ്ണം. അപ്പോൾ കുറച്ചുകൂടി വീതി കൂട്ട്. അത് വലതുവശത്തെ അവിടെ ഇറങ്ങണം. കുറച്ചുകൂടി വലുതാക്ക്. ചരിവില്ലേ, ആ ചരിവ് ഇങ്ങോട്ടാക്കടാ. അങ്ങനെയല്ല, അപ്പോൾ ഈ കമ്പില്ലേ, ഈ കമ്പ് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കണം, മൊത്തത്തിൽ കറങ്ങണം. അങ്ങനെ നിൽക്കണം. കുറച്ചുകൂടി ലേശം കൂടി. അങ്ങനെ എന്നാൽ മതി. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് ചരിവ് ഇങ്ങോട്ടാക്ക്. അങ്ങനെ നിർത്തിയാൽ മതി. ഇത്രയും വേണ്ട, ആ മണ്ണിട്ട ഭാഗത്ത്. മതി. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് ബാമ്പു നട്ട് കേട്ടോ. 3 വെച്ചാണ് നടന്നത്. അങ്ങനെ 2. അപ്പോൾ ഇവിടെ 3, അവിടെ 3. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാമ്പു ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ, ഇതിപ്പോൾ ചെറിയ ബാമ്പുമാണ്, അപ്പോൾ അത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സ്ക്രീനിങ് പോലെ ഇങ്ങനെ കിട്ടണം. അവിടെ ഹൈവേ ആണല്ലോ ഓൾറെഡി. അപ്പോൾ ഈ ബാമ്പു വെക്കുന്നത് നമ്മുടെ പെരയുടെ അകത്തേക്കൊക്കെ സൗണ്ട് വരുന്നത് കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പൊടി വരുന്നത് കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ഒരു 3, അവിടെ ഒരു 3 വെച്ചിട്ടുണ്ട്. ഇത് വളർന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞിട്ടിങ്ങനെ ഈ ഇത്ര ഏരിയ കവർ ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഷെയ്ഡും കിട്ടും. നമുക്ക് ഓൾറെഡി ഇവിടെയൊക്കെ പേൾ ഗ്രാസ് ആണല്ലോ വെക്കാൻ പോകണം. അപ്പോൾ പേൾ ഗ്രാസിനൊക്കെ നല്ലൊരു ഷെയ്ഡ് കിട്ടും. വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ല രസമായിരിക്കും. ഇവിടെ നിന്ന് മുല്ലയൊക്കെ വെട്ടിയേട്ടാ. അവിടെ നിന്ന് ഇവിടം വരെ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇടയ്ക്കൊക്കെ പോയി, കുറേ നാൾ മുമ്പ് വെച്ചതാണ്. അപ്പോൾ ഉള്ള സാധനം നമ്മൾ കറക്റ്റായിട്ട് വെട്ടി ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി അത് വളർന്നു വരുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ പൊടിയനെ അവിടെ നിന്ന് നമ്മുടെ ആ വേസ്റ്റ് താഴെ വീണൊക്കെ മാറ്റുന്നുണ്ട്. അതുപോലെ തെങ്ങിൻ്റെ ഓടുക നമ്മൾ മെറ്റിലും സാൻഡും ഒക്കെ ഇട്ടിട്ടുണ്ടോ. ഇന്നത്തെ വെള്ളം താഴത്തേക്ക് ഇറങ്ങുവേ.
ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ മെറ്റൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഷീറ്റിന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറേ ഹോൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്കാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ മാത്രം വൃത്തികേടായിട്ട് കിടക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു തെങ്ങിൻ്റെയോടുകൂടി നമുക്ക് അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ മുല്ല ഇല്ലാത്ത ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ 2 എണ്ണം, അവിടെ ഒരു 3 എണ്ണം വെക്കുന്നുണ്ട്. ഇപ്പോൾ അടിപൊളി തയ്യാണല്ലേ, കണ്ടല്ലേ, മുട്ടൊക്കെ ആയിട്ടുള്ള സൂപ്പർ തൈ. അപ്പോൾ അങ്ങനത്തെ ഒരു 5 തൈ നമ്മൾ എക്സ്ട്രാ വെക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന 3 എണ്ണം, ഇവിടെ നിൽക്കുന്ന 2 എണ്ണം. ഇതുവരെയുള്ള അപ്ഡേഷൻ പറയാം. നമ്മൾ ഫുള്ളായിട്ട് ഗ്രാവലിട്ട് ലെവൽ ചെയ്തു. ആ തെങ്ങിൻ്റെ ചുവട് ക്ലീൻ ചെയ്ത് അവിടെ നമ്മൾ മെറ്റിൽ എംസാൻഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് മുല്ലയുണ്ടല്ലോ, മുല്ലയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 കൂട്ടമായിട്ട് നമ്മൾ ബാമ്പ് വെച്ചിട്ടുണ്ട്. ഒന്നവിടെ ബാമ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ കലാത്തിയിൽ ഊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് നടാനുള്ള പുല്ല് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ പുല്ല് നടാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പുല്ല് നട്ട് തീർക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം വെച്ച് തീർക്കാൻ വേണ്ടി പോവാണ്. ഡേ ലൈറ്റ് കുറച്ച് നേരം കൂടി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് വെക്കാനുള്ള പ്ലാന്റ്സ് എല്ലാം വെച്ച് തീർക്കാണ്ട് കേട്ടോ. ഏകദേശം 10-100 പ്ലാന്റ്സ് നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജിഞ്ചർ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റാണ്. പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ കോമൺ നെയിം പറഞ്ഞത്. ജിഞ്ചർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിനെയാണ് നമ്മൾ ഇങ്ങോട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. ഈ കാണുന്ന ഒരു ഏരിയയിലേക്കാണ് വെക്കാൻ പോകുന്നത്, അതല്ലേ. അപ്പോൾ ഇതിനെ വെച്ചിട്ട് ഈ ഒരു ഹാഫിന് ഇപ്പുറത്താക്കിയിട്ട് വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് മൊത്തം പേബിൾസ് ഇടാൻ വേണ്ടിയാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പ്ലാന്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലാന്റ്സ് വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പായിരിക്കും ഇപ്പോൾ കാണാനായിട്ട്. കാരണം ഇത് ചവിട്ടിയിൽ നിന്ന് പുതിയ ഷൂട്ട്സ് വന്ന് വളരുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് അവർക്ക് അതിനുള്ളൊരു സൗകര്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പിലായിരിക്കും നടത്തുന്നത് കേട്ടോ. പ്ലാന്റ്സ് നമ്മളിവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കാണാൻ വേണ്ടി പോകണം കേട്ടോ. 20 പ്ലാന്റ്സാണുള്ളത്. അപ്പോൾ 20 നമുക്ക് കാണാം. അങ്ങനെ പട്ടണക്കാട് സൈറ്റിലെ നമ്മുടെ വർക്കൊക്കെ ഏകദേശം അവസാന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുല്ല് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നൊരു കാര്യം, രാത്രിയാണ് വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പകൽ കാണുന്ന അത്രത്തോളം അങ്ങോട്ടൊരു വിസിബിലിറ്റി കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾ ഗ്രാസ് കുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ പിന്നെ നമ്മളൊരു 5 സ്റ്റോൺ ഇട്ടിട്ടുണ്ട്, താണ്ടൂർ സ്റ്റോൺ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു യുജീനിയയുടെ വെരിഗേറ്റഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു യുജീനിയയുടെ നോർമൽ ടൈപ്പ് ഗ്രീൻ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു 3 ബാമ്പു ഒരു സെറ്റായിട്ട്, 3 ബാമ്പു ഒരു സെറ്റായിട്ട് അവിടെ, 3 കാലാത്തി ഒരു സെറ്റായിട്ട് അവിടെ. അതുപോലെ ആ കാണുന്ന മാവിൻ്റെ ചുവട്ടിൽ നമ്മൾ പെബിൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ കാണുന്ന 2 തെങ്ങിൻ്റെയും ചുവട് ക്ലീൻ ചെയ്ത് ഷീറ്റ് ഇട്ടിട്ട് ഷീറ്റിന് ഹോൾ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മെറ്റിലും എംസാൻഡും ഇട്ട് ഫില്ല് ചെയ്തേക്കാണ്. ശേഷം അതിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്ന മുല്ല അത് നല്ല രീതിയിൽ വളർന്നു നിൽക്കുമായിരുന്നു. അതിനെ നമ്മൾ ട്രിം ചെയ്ത് പ്രൂൺ ചെയ്ത് നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. പഴയ ചെടികൾ പോയ സ്ഥലത്ത് നമ്മൾ പുതിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് പൂക്കൾ കാണുന്നത് നമ്മൾ ഇന്ന് വെച്ച ചെടികളാട്ടോ. വെക്കുമ്പോൾ മുട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല പൂക്കളായിട്ട് വിരിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞ ഫ്ലവർ കാണുന്ന റോസിയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ക്ലാരിറ്റി വളരെ കുറവായിരിക്കും എന്ന് എനിക്കറിയാം, എന്നാലും ഇതൊരു റോസിയുടെ പ്ലാന്റ് ആണ്. പ്ലാന്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, അതൊരു മരം കണക്കെ വളർന്നു വരുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കസ്കേഡ് പ്ലാന്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പൂവ്. ഈ സാധനം നമ്മൾ മേലേക്ക് പടത്തിടാൻ വേണ്ടിയിട്ടോ ഒരു പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മേലേക്ക് പോയിട്ട് നമ്മുടെ കണിക്കൊന്ന പൂക്കൾ കിടക്കുന്ന പോലെ താഴത്തേക്ക് ഹാങ് ചെയ്ത് കിടക്കും. ഇതുപോലത്തെ പൂക്കൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇവിടെ നമ്മുടെ ജിഞ്ചർ പ്ലാന്റാണ് വെച്ചേക്കുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നത് എനിക്കറിയില്ല. നമ്മൾക്ക് കോമൺ ആയിട്ട് ജിഞ്ചർ പ്ലാന്റ് എന്ന് പറയാം. അതിൻ്റെ ചുവട്ടിൽ നമ്മൾ പെബിൾസ് ഇട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ പെബിൾസ് ഇട്ടിരിക്കുന്നത് പ്ലാന്റ്സിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാത്രമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് ചുവട്ടിൽ നിന്നും പുതിയ ഷൂട്ട് വന്ന് വളർന്നു വരുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പെബിൾസ് ഇട്ട് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും അത്. ഇതാകുമ്പോൾ നമ്മൾ ഹാഫ് ഏരിയ വിട്ടിരിക്കുന്നുണ്ട്, ഇപ്പുറത്തേക്കുള്ള ഏരിയ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവർക്ക് അവിടുന്ന് വളർന്ന് കൂടുതൽ പ്ലാന്റ് വരാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് പ്ലാന്റ്സ് ഇത്രയും തിക്നെസ്സിൽ കിട്ടിയാൽ പോരാ, നല്ല രീതിയിൽ തിക്കായിട്ട് വളരണം. എന്നാൽ നമ്മൾ അവർക്ക് സമയം കൊടുത്തിട്ടാണ് വളർത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് പകുതി ഏരിയ മാത്രം പെബിൾസ് ഇട്ടതും അത്ര ഏരിയ നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നതും ഇതിൻ്റെ ഇടയിൽ ഇത്രയും ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുകൂടാതെ നമ്മൾ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അവിടെ ചെയ്ത പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഡ്രസ്സീനാണ് വെച്ചേക്കുന്നത്. ഇവിടെയും നമ്മൾ പെബിൾസ് ഇട്ടിട്ടുണ്ട് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി. അതുപോലെ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാൻ വേണ്ടി ഈ ഒരു ഏരിയ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്.
ഇത് അത്യാവശ്യം നല്ല ചെടിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ചെടിയാണ്. പകൽ കാണാൻ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തിട്ടുള്ളത് ചെത്തിയാണ്. നമ്മുടെ ബുഷ് ഇക്സോറ റെഡാണ് വെച്ചേക്കുന്നത്. ഇതാ ഇങ്ങനെ ഗ്യാപ്പിട്ട്, അതായത് ഈ കല്ല് കണ്ടില്ലേ, ഒരു കല്ലിന് പാട്ടിപ്പോടല്ലേ, അപ്പോൾ ഇടല്ലേ കോപ്പറേറ്റ് അടിക്കും. അപ്പോൾ ഒരു കല്ലിന് ഒരു ചെടി എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ച് പോയേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് നമ്മൾ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഫുള്ള് വെച്ചിട്ടുണ്ട്, ആ ഗേറ്റിൻ്റെ അവിടം വരെ. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗാർഡൻ അല്ല കേട്ടോ, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗാർഡൻ അല്ല. നമ്മൾ ചെടികൾക്ക് സമയം കൊടുത്ത് അവരെ വളരാൻ അനുവദിച്ച് ഗാർഡൻ സെറ്റാക്കി എടുക്കുക എന്നുള്ള പരിപാടി കേട്ടോ. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ചെടികളെല്ലാം വളർന്നു വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെത്തിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പേൾ ഗ്രാസ് നട്ട് തീർക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. ജസ്റ്റ് എന്തായാലും ഫുള്ള് നട്ട് തീർന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ നട്ടിട്ട് പോകുന്നത് കേട്ടോ. ഇത് പകലാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് മെനയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. നല്ല ഇരുട്ടാണിപ്പോൾ, ജസ്റ്റ് ഒരു ട്യൂബ് ലൈറ്റിൻ്റെ ഹെൽപ്പ് മാത്രമേ നമുക്കുള്ളൂ ഇപ്പോൾ. ഓക്കെ, അങ്ങനെ നമ്മുടെ പേൾ ഗ്രാസ് പ്ലാന്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ചെയ്യുന്ന ഭാഗം കണ്ടോ, അവിടെ ഒരു ഇച്ചിരി കൂടി വെച്ച് കഴിഞ്ഞാൽ തീരും. അതുപോലെ നമ്മൾ സ്റ്റോൺ ഒരു 3 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി നീളം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും തോന്നിയുണ്ടോ. നട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ഏരിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ കല്ലൊരു 3 കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഭാഗത്താണ് ചെത്തി വെച്ചത്, ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അതുപോലെ ഇവിടെ കൂടി ഇത് എങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നില്ല കേട്ടോ, കാരണം ചെറിയ ചെടിയാണ്, അത്യാവശ്യം ഗ്യാപ്പിലാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതിവിടെ നിന്ന് കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേക്കിനും ഇത് റെഡ് ബുഷ് ഇക്സോറയാണ്, നല്ല ഭംഗിയായിരിക്കും. വളർന്നു വരുമ്പോൾ കറക്റ്റ് ഒരു ബോർഡർ പോലെ ആകും കേട്ടോ സാധനം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പരിപാടി. ഇനി നമ്മൾ ഇന്നലെ നട്ട പ്ലാന്റ്സും കൂടി കാണിച്ചു തരാവേ. ഇത് നമ്മൾ ഇന്നലെ നട്ട പ്ലാന്റ്സാണ്. ഇതൊക്കെ ഇന്നലെ നമ്മൾ നടുന്നൊക്കെ ക്ലീനായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതായത് ഇവിടെ ഒരു ക്രീപ്പർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, ഗോൾഡൻ കാസ്കേഡാണ്, അടിപൊളി ചെടിയാണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ പട്ടണക്കാട് സൈറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ടോ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ലുക്ക് കിട്ടണമെങ്കിൽ ഒരു 1.5 മാസം കഴിയണം. ഒരു 2 മാസം ആകുമ്പോഴത്തേക്കിനും പക്കയായിട്ട് മൊത്തം കവർ ചെയ്ത് നല്ല ഗ്രീനായിട്ട് നിൽക്കുന്ന കാണാം. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോയിൽ ഞാനിത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, ഇതിൻ്റെ വ്യൂ എങ്ങനെയാണെന്നുള്ളത്. എപ്പോഴെങ്കിലും നമ്മൾ മെയിൻ്റനൻസിന് വരുമ്പോഴത്തേക്കിനും ഞാൻ വീഡിയോ എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് വിടാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.